മഹദി ഫാത്തിമ ബീവിയുടെ കാരുണ്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു കഥയുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു അഅറാബി വരികയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി നബിയെ, എന്തെങ്കിലും കഴിക്കാൻ തരണം. മുത്തുനബി വല്ലതുണ്ടോ എന്ന അർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കി. മഹദി ആയിഷ നിശബ്ദയായി തലകുനിച്ചു. ആ നൃത്തത്തിൽ നിന്നും വീട്ടിലൊന്നുമില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാവുന്നു. ഉടനെ നബി തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ അറാബിയോട് പറയുകയാണ്, നിങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകൂ, അവിടെ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാതിരിക്കില്ല. മുത്തുനബിയുടെ വാക്ക് കേട്ട് അയാൾ ധൃതിയിൽ നടന്നു. ഫാത്തിമ ബീവിയുടെ വീട്ടുമുറ്റത്തെത്തിയും അയാൾ നീട്ടി വിളിച്ചു, മോളെ ഫാത്തിമ, മോളുടെ ഉപ്പ പറഞ്ഞിട്ട് വന്നതാണ്, നാളുകളേറെയായി ഭക്ഷണം കഴിച്ചിട്ട്. കഴിക്കാൻ ഭക്ഷണമോ തണുപ്പകറ്റാനൊരു പുതപ്പോ എനിക്കില്ല. അറാബിയുടെ വാക്കുകളിൽ ഉള്ളലിഞ്ഞ മഹദി ഫാത്തിമ അകത്തേക്ക് പോയി എല്ലായിടത്തും മരിച്ചു പിറക്കി. ഒന്നുമില്ല. മനമുരുകി ഫാത്തിമ ഒരറ്റം മരിച്ച് മറ്റേ അറ്റം കൊണ്ട് പുതച്ച പിഞ്ചോമനകളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നേരം ഉറങ്ങുകയാണ്. അവർ വെറും നിലത്തേക്കെടുത്ത് കിടത്തി. ആ പുതപ്പെടുത്ത് അയാളിലേക്ക് നീട്ടി. അന്നേരം മോളെ ഫാത്തിമ, പുതപ്പിനേക്കാൾ എനിക്ക് ആവശ്യം അന്നമാണ്. പുതപ്പ് വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു. മഹദിക്ക് സഹിച്ചില്ല. അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനിലേക്ക് കരമുയർത്തി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നൊരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പോലും എന്നിൽ ഒന്നുമില്ലല്ലോ എന്താ. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഫാത്തിമ ബീവി വസ്ത്രങ്ങൾ അടുക്കി വെച്ച ഷെൽഫിനടുത്ത് നിന്നും ഒരു കുഞ്ഞു പെട്ടി പുറത്തെടുത്തു. നെഞ്ചോട് ചേർത്ത് മെല്ലെ അതങ്ങ് തുറന്നതും ബീവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. പെട്ടിക്കകത്ത് നിന്നും ഒരു സ്വർണമാല പുറത്തെടുത്ത് ഫാത്തിമ ബീവി കണ്ണീരോടെ തുരുതുരാ ചുംബിക്കുകയാണ്. ശേഷം വിളി അറാബിയിലേക്ക് ആ മാല നൽകി. ഇത് വിറ്റ് നിങ്ങൾ വിശപ്പടക്കൂ എന്ന് പറഞ്ഞു കഴിയേണ്ട താമസം ഫാത്തിമ ബീവി നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. എന്തിനാ ഫാത്തിമ മോളെ കരയുന്നത്? അറാബിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മഹദി വീട്ടിലേക്ക് ഓടിക്കയറി. അറാബിക്ക് തന്റെ സന്തോഷം മുത്തുനബിയെ അറിയിക്കണമെന്ന് തോന്നി. തിരുനബിയുടെ അടുത്തെത്തിയ അറാബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മകൾ ഫാത്തിമ സ്വർഗത്തിലെ റാണിയാണ്. നബിയെ, ഒന്നുമില്ലാതെ വിശന്ന് വലഞ്ഞെത്തിയ എന്നെ ഫാത്തിമ നിരാശപ്പെടുത്തിയില്ല. എനിക്ക് ഒരു പുതപ്പും സ്വർണമാലയും മഹദി ഫാത്തിമ തന്നു. പക്ഷേ മാല തന്നതും മഹദി പൊട്ടിക്കരഞ്ഞുപോയി. പൊന്നുമോളുടെ വേദന അറിഞ്ഞതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാല ഒന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. ആ മാല കണ്ടതും മുത്തുനബിയുടെ നയനങ്ങൾ നിറയുന്നു. എന്നു പറ്റി നബിയെ? ഓ സഹാബ, ആ മാല എൻ്റെ ഖദീജയുടെ മാലയാ. ഖദീജ മോളെ അടുത്ത് വിളിച്ച് നൽകിയതാണത്. ഉമ്മയെ എപ്പോൾ കാണണമെങ്കിലും ഇതെടുത്ത് നെഞ്ചോട് ചേർക്കാൻ പറഞ്ഞു കൊടുത്തതാണ് അവൾക്ക്.